എന്ത് പ്രാന്തം കളിയോ. നമ്മുടെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വന്നതുകൊണ്ട് മാത്രമാണ് ഇത് എനിക്ക് ഡേ ടു ഡേ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇത് ഇന്നത്തോടെ നമ്മളിത് കാര്യങ്ങൾ പറയാനുള്ള കാര്യം ജസ്റ്റ് ഒരു കാര്യം ഗൈസ്, ഇവരുടെയൊക്കെ മനസ്സിൽ പണ്ടത്തെ റിവലറി ഉണ്ട്, അതൊരിക്കലും പോത്തില്ല എന്ന് ഞാനൊരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു. ആ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഉള്ളതിൻ്റെ ഒരു റീസൺ കൂടെ ഞാനത് കാണിക്കും. അതിനു മുമ്പ് വേറൊരു സാധനം കൂടി നമുക്ക് റിയാക്ട് ചെയ്തതുകൊണ്ട് അങ്ങ് തുടങ്ങാം. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആരെയും വിളിക്കാറില്ല, പക്ഷെ ഇന്ന് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇഷ്യൂവിനെ പറ്റി വേറെ ആരും അവിടുന്ന് ഒരാൾ ഇന്ന് ലൈവ് ഇട്ട്, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ഒരാൾ ലൈവ് ഇട്ട് മെസ്സേജ് അടിച്ചപ്പോൾ മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് അടുത്തൊരു സ്ട്രീം തൊട്ട് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഇതിന്റെ റിപ്ലൈ ഞാനൊരു സാധനം കാണിക്കാൻ പോകുന്നതിന്റെ റിപ്ലൈ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി അവർ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശങ്ങൾ മനസ്സിലാവും. കാരണം ഈ അടിയും വഴക്കും കാണാനല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് സന്തോഷത്തോടെ ചിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ലൈവ് കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രശ്നം വെച്ച് തരുന്നത് ഒട്ടും അക്സെപ്റ്റിൽ. ആൻഡ് തംനെയില് ഞാനിങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ഫോട്ടോയും ഈഗിൾ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആട് ബ്രോയുടെ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് രാവിലെ എണ്ണീക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് ഞാൻ ഇന്നലെ 8 മണിക്ക് 9 മണിക്ക് എന്തോ ഉറങ്ങിയത്, എല്ലാം സംസാരിച്ച് എല്ലാം ഇതൊക്കെ ആയിട്ട് പലയിടത്ത് യുവമാരുടെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് ഞാൻ എല്ലാം സംസാരിച്ച് ഉറങ്ങി എണ്ണീറ്റപ്പോൾ ഈ സമയമായി കേട്ടോ. സമയമായപ്പം നമ്മൾ എണ്ണിക്കുമ്പോൾ കാണുന്ന ഇതാ. ഞാൻ ഓർത്ത് ആക്ക് പിടിച്ചെന്ന് എൻ്റെ ഞാൻ എന്നിട്ട് ചാടി ഇട്ടിട്ട് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതെന്താടാ അന്നേ പറയാം ഇത് പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിലൊക്കെ വന്ന് ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ സ്നേഹത്തോടെ നിന്ന് ഒരുത്തൻ ലീക്ക് ചെയ്തത്. ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി, മനസ്സിലായോ? ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. ഇത് അപ്ലോഡ് ആവാൻ വേറൊരു റീസണും കൂടി ഉണ്ട്, അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇപ്പോൾ അപ്ലോഡായി എന്നുള്ളൊരു റീസണും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാള് എക്സ്ലാൻഡിസിൽ അഡ്മിനാ. ആരാണോ അത്? ടൈറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടു നോക്കാം. അവൻ ജോയിൻ ചെയ്ത ഡിസ്കോഡിൽ ഒരു സാധനം ഇപ്പൊ ഇവൻ കണ്ടിട്ട് ഡിസ്കോഡ് ഇട്ട് എന്തോ കണ്ടിട്ട് അയച്ചു കണ്ടപ്പോ അയച്ചേ ഉള്ളൂന്ന് പറഞ്ഞു. എന്താ മോഡ് ചെയ്താ വേണ്ടി നിന്റെ ഡിസ്കോഡ് എന്താണ് സോഫ്റ്റ് ഗെയിം? അതെന്താന്ന് കേട്ടിട്ടില്ല. അതിനെപ്പറ്റി റെഡ് എഞ്ചിനൊക്കെ അതെന്താന്ന് എന്തിനാ നീ എടുത്തിട്ടേക്കണ? നീ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്തായിപ്പോ. ഇതെന്തിനാ നീ എടുത്തിട്ടേക്കുന്ന? എല്ലാരും റാൻഡമായി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടിയാട്. നിന്റെ ഫയലില്ലേ അതിൽ? പിന്നെ എന്റെ ഫയൽ ഇതിനകത്ത് ഡി ഡ്രൈവിലും സി ഡ്രൈവിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ വരും കാണും. മാസ്ക് ഇട്ടിരിക്കണത് പിന്നെ ഇതാ ഇതൊരു സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന ഇതൊക്കെ ചുമ്മാ എടുത്ത് വലിച്ചിട്ടേക്കണ. ചുമ്മാ ഇതൊക്കെ ചുമ്മാ ഇപ്പൊ ഇവിടെ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവത് ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ? അല്ല, ഇത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇട്ടേക്കുന്നേ? വേറെ പ്ലേയേഴ്സിന് വേണ്ടിയോ? എടാ എന്തോടെ ഇത് റെഡ് എഞ്ചിൻ എല്ലാമാണ് അവന്മാര് വാങ്ങിയതല്ലേ, പൈസ കൊടുത്ത് റെഡ് എഞ്ചിൻ അല്ല. ആൾക്കാരെ ഫാൻ അടുപ്പിച്ചു വിടാൻ എല്ലാരും നോക്കുന്നേ. ആ സമയത്ത് എടാ നിനക്കൊന്നും ബുദ്ധിയില്ല ഈ സാധനം എടുത്ത് ഡൗൺലോഡ് ഇതാക്കാനായിട്ട്. മനസ്സിലായില്ലേ? നിന്നെ എവിടുന്നാലും കുറ്റപ്പെടുത്തത്തില്ല, ഇവിടെ ആരും നിന്നെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ടാ നിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ അഡ്മിനല്ലേ സിറ്റിയില്, ഞങ്ങൾക്ക് വേറെ നിന്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല. ഞാനിവിടെ ഉണ്ട്, ഞാൻ എത്തി. ഞങ്ങൾക്ക് വരെ കൈ ഇവരൊക്കെ എങ്ങനെ പുള്ളിയൊക്കെ രാപ്പകലില്ലാതെ ഈ സെർവറിന്റെ സ്പെക്കും
മറ്റേ ഓരോന്ന് ഇതും ചെയ്ത് നിൽക്കുന്ന ഇവരെയൊക്കെ നിനക്കൊക്കെ ഓഫ്ലൈനിൽ ഇരുന്ന് എങ്ങനെയാണ് അപരാധിക്കാൻ പറ്റണേ? എടാ നീയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടി എന്നിട്ട് ഇവരൊക്കെ ഉള്ള സെർവറിൽ വന്ന് കളിക്കണേ? എന്റെ ചോദ്യം അതാ. കല്യാണത്തിന് ഒരു സർവർ ചെയ്ത് എല്ലാരെയും വിളിച്ചു പുള്ളി. സത്യയോടാ, കല്യാണത്തിന് പോലും സെർവറിലുള്ള എല്ലാവർക്കും ഇവനും കൊറിയർ അയച്ചു കൊടുത്തു. ഒരു അലിഗേഷൻ നിന്റെ പേരിൽ വന്ന ഓക്കെ, നിന്റെ തന്നെ പ്രൂഫ് പിടിച്ചിട്ടുണ്ട് ബേസ് ചെയ്യുന്നത്. നീ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വാലിഡ് പോയിന്റ് അല്ല. കളിക്കായിരുന്നൂടെ? നിനക്ക് കളിക്കണേ.